നേരത്തെ അജയകുമാർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതില് ഇന്ന് പത്രം വായിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? അല്ല, അതങ്ങനെ ആശങ്കപ്പെട്ട് ഇന്ന് വാർത്ത ന്യൂസ്, അതായത് ഡിജിറ്റൽ വാർത്ത കേട്ട എത്ര പേരുണ്ട്? ഏതെങ്കിലും ഒരു വാർത്ത? കുഴപ്പമില്ല, എനിക്കറിയാം നമ്പർ വളരെ കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. അത് മനോരമയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ വായിച്ച് എടുത്തപ്പോൾ ഇന്നത്തെ മനോരമ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി വായിച്ചു. 12 മണിക്ക് ശേഷം വായിക്കാം. ഇച്ചിരി പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ദേശാഭിമാനി ഒഴികെ ബാക്കി എല്ലാവരും പൈസ കൊടുക്കണം. ദേശാഭിമാനി ഫ്രീ ആണ്. ഒരു വാർത്തയുണ്ടെന്ന്, അത് സാധാരണ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു 15 വർഷം കഴിഞ്ഞാണ് നടക്കാൻ പോകുന്നത്. അത്രയെങ്കിലും ക്ലൂ തരാം. എന്നാ ഡിജിറ്റൽ സെൻസസ് വരാൻ പോവാണ്. ജൂലൈ മുതൽ. ജൂണിൽ അതിന്റെ ഇനിഷ്യേറ്റീവ് തുടങ്ങും. ജൂലൈ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ സെൻസസിലേക്ക് പോകുന്നത്. നമ്മൾ തന്നെ നമ്മളെ വിവരം കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ ലൈബ്രറികൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവിടെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കാനുണ്ടോ? അപ്പൊ ചോദിക്കും നമ്മളെ കമ്പ്യൂട്ടറില്ല, ഇന്റർനെറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ കേരളം ഇതിലെല്ലാം നമ്പർ 1 ആണ്. ഞാൻ പറഞ്ഞ ഈ ഗവേണൻസ് 100%, കെ സ്മാർട്ട്, K60 സംരംഭമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള ഗവേണൻസ് സംവിധാനം 100% പൂർത്തീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇവ തമ്മിലുള്ള വിടവ്, ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പബ്ലിക് ലൈബ്രറികൾ ഇനി ഏറ്റെടുക്കാനുള്ളത്. നേരത്തെ അജയകുമാർ പറഞ്ഞതിന്റെ വേറൊരു വേർഷനായിട്ട് കണക്കാക്കാം. ഞാനിത് പറയുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യം, ഒന്ന് ബാലമാഷെ കുറിച്ചും ബാലമാഷ അനുജൻ പ്രൊഫസർ VK ദാമോദരൻ സാറിനെ കുറിച്ചും സൂചിപ്പിക്കാതെ എനിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. VK ദാമോദരൻ സാറിനെ കൂടിയാണ് ഞാൻ കൂടുതൽ കാലം വർക്ക് ചെയ്തത്. 83 മുതൽ 89 വരെ സാറിന്റെ കൂടെ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് സാറിന്റെ അടുത്താണ്. അതിനു മുമ്പേ ശാസ്ത്രകേരളം യുറീക്കയുടെ മാനേജിംഗ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ എഡിറ്ററായിരുന്ന രഘുനാഥൻ മാഷിന്റെ സഹായിയായിട്ട് കണ്ണൂരിലുണ്ടായിരുന്നു. ആ സമയത്ത് സ്ക്രിപ്റ്റും കൊണ്ടിരുന്ന അന്നത്തെ കോഴിക്കോട് സയൻസ് സെന്ററിൽ എല്ലാ ആഴ്ചയിലും സ്ക്രിപ്റ്റുമായിട്ട് പോയി ദാമോദരൻ മാഷുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസരം കൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 5ാം ലൈബ്രറി കൗൺസിലിന്റെ കാലത്ത് ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗമായപ്പോഴാണ് ബാലമാഷുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും സാറുമായിട്ട് അടുത്തിടപഴകുകയും ഈ ഒരു മാറ്റപ്രക്രിയക്ക് നേരത്തെ ഉദ്ഘാടന സെഷനിൽ സുരേഷ് ബാബു മാഷും ഒക്കെ ആയിട്ടുള്ള ഒരു, അതിനു മുമ്പേ ഇവരുമായിട്ടുള്ള നേരിട്ട് ബന്ധമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നുകൊണ്ട് കോഴിക്കോടൊക്കെ നല്ല പരിചയമുണ്ട്. ഒരുപാട് ആൾക്കാരെല്ലാം അറിയാവുന്നതാണ്. മണിയൂരുമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ ബാലാട്ടനെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാലാട്ടനെ ഞാൻ പറയുമ്പോൾ എൻ്റെ ശിഷ്യനാണെന്ന് പറയും. പക്ഷേ ബാലാട്ടന അങ്ങനെ പരിശുദ്ധത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇടപെടാനൊക്കെ അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രക്രിയയിലേക്ക് പോയിട്ടുള്ളത്. 2 പേരെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാനും ആ സ്മരണയിൽ പങ്കുചേരുകയാണ്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ ഡിജിറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ലൈബ്രറി കൗൺസിലിന്റെ സോഫ്റ്റ്വെയർ വൽക്കരണം അല്ലെങ്കിൽ അതിന്റെ ഡിജിറ്റൈസേഷൻ പ്രോസസ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നതിനൊരു നിദാനമായ ഒരു സംഭവം 2014 ഉണ്ടാവുന്നത്. ഞാൻ എളുപ്പത്തിൽ പറയാം, പിന്നീട് ഇന്ററാക്റ്റീവ് സെഷനിൽ കൂടുതൽ പറയുന്നതായിരിക്കും നന്നാവുക. ഞാൻ ആ നിശ്ചയ സമയത്തിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കാം. അപ്പോ ഇന്നത്തെ ഇവിടുത്തെ ഉദ്ഘാടകൻ സുരേഷ് ബാബു മാഷും അന്നത്തെ ഡെവലപ്മെന്റ് ഓഫീസറുമായിട്ടുള്ള ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലൈബ്രറി കൗൺസിലിന്റെ സിനി കൂടി ഗ്രഡേഷന്റെ ആവശ്യമായിട്ട് അത് ഈ പുതിയ ഗ്രഡേഷൻ സമ്പ്രദായം നടപ്പിലാക്കി A+ ഗ്രന്ഥശാലയുടെ സൂപ്പർ ചെക്കിങ്ങിന് എന്റെ ഗ്രന്ഥശാലയിൽ വന്നു. ഞാൻ വേളം പൊതുജന വായനശാല മയിൽ 1932 സ്ഥാപിച്ച വായനശാലയാണ്. ഏതാണ്ട് ഇപ്പൊ 94-95 വർഷം ആവാൻ പോവുകയാണ്, ശതാബ്ദിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഞങ്ങളുടെ ലൈബ്രറിയിൽ അന്ന് ഒരുപാട് കാര്യങ്ങൾ, ഈ ബുക്കിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുകയും ആദ്യത്തെ കമ്പ്യൂട്ടർ സംവിധാനം ഗ്രന്ഥശാല സംഘം കൊടുത്ത കമ്പ്യൂട്ടർ 94 അന്നത്തെ ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരിക്കും നമുക്ക് ലഭിച്ച അന്ന് മുതൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറൈസേഷനിലേക്ക് പോകുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അന്നൊരു ആശയ ഡിസ്കഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്
ഇന്നത്തെ പബ്ലിക് സോഫ്റ്റ്വെയറിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് ഒരു തുടക്കം കുറിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 2014 കഴിഞ്ഞ് ഏതാണ്ട് 12 വർഷം വീണ്ടും കഴിഞ്ഞു. അതിനിടയിൽ കോഹ വന്നിട്ടുണ്ട്, പിന്നീട് കുറെ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്, ഡിസ്കഷൻ വന്നിട്ടുണ്ട്, പരിശീലനങ്ങൾ വന്നിട്ടുണ്ട്, ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ചില പ്രക്രിയകളാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. കാരണം ഇത് കേരളത്തിലെ ഒരു സാംസ്കാരിക രംഗത്തെ ഒരു സന്നദ്ധ അല്ലെങ്കിൽ ഒരു വോളണ്ടറി സംവിധാനം നടപ്പിലാക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പോലെ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിൽ വേഗത കുറഞ്ഞ വളർച്ച നേടിയ ഒരു സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ലൈബ്രറി. ഞാൻ ആശയം പറയുന്നതല്ല, ഞാനൊരു ലൈബ്രറി പ്രവർത്തകനാണ്. ഞാനിന്നിവിടെ വന്ന് സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള എൻ്റെ ശേഷി എന്ന് പറയുന്നത് ഗ്രന്ഥശാലയിലൂടെ എനിക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ കാര്യമാണ്. അതിൽ ഇതാണ്. പക്ഷേ വേഗത, നേരത്തെ അജയകുമാർ പറഞ്ഞതാണ്, ആ വേഗതയിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബ്യൂറോക്രസിന്നോ മറ്റേതെങ്കിലും രീതിയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം, അതൊക്കെ നിൽക്കട്ടെ അവിടെ. പക്ഷെ ഈ പരിവർത്തനത്തിൽ നമ്മൾ തന്നെ തിരുത്തി കൊണ്ടുവരല്ലാത്ത വേറെ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടലാണ് ഞാൻ ഇതിനകത്ത് നിന്ന് ചെയ്യുന്നത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതില് ഡിജിറ്റൽ ലോകത്തെ ലൈബ്രറി സങ്കല്പം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ താലൂക്കിലെ പ്രധാന ഗ്രന്ഥശാലകളുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ലൈബ്രറിയന്മാർ എത്ര പേരുണ്ട്? ഭൂരിപക്ഷം അവരാവാനാണ് സാധ്യത. ഓക്കെ, നിങ്ങളെ പരിശീലനം കഴിഞ്ഞവരല്ലേ എല്ലാവരും? അല്ല, നേരത്തെ 2016 പരിശീലനമൊക്കെ കിട്ടിയവരല്ലേ? ഇല്ല, മാറിയിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. അപ്പൊ ലൈബ്രറികളുടെ ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഒരു വിഷയത്തിന്റെ ആമുഖ കാര്യങ്ങൾ നേരത്തെ 2 പേര് ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ കോഴിക്കോട് കൊല്ലത്തൊരു നൗഷാദിനെ കേട്ടിട്ടുണ്ടോ? കൊല്ലം നൗഷാദ്. അയാളിപ്പോ കോഴിക്കോട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, പക്ഷേ ഇതില്ലേ, കോഴിക്കോട് അയാളുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? ലൈബ്രറി പ്രവർത്തകർ കേട്ടിട്ടുണ്ടോ? കൊല്ലം സ്മാർട്ട് ഫോണിലൂടെ ഒരു വലിയ പുസ്തക വിപണന വായനാ സംവിധാനം, ഏതാണ്ട് 6 ലക്ഷം ആളുകളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പുസ്തക വായനാ രംഗത്ത് എന്താ പറയാ, വിപ്ലവകരമായ ഒരു ചലനം സൃഷ്ടിച്ച ഒരാളാണ് കൊല്ലം നൗഷാദ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫേസ്ബുക്കിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ 6.5 ലക്ഷം അംഗങ്ങളാണ് ആ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്. നിർണായകം, അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളിലാണ്. സംസ്ഥാന സഹകരണ ബാങ്കിൽ ജോലിയുള്ള ആളായിരുന്നു. ആ ജോലി രാജിവെച്ചാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കോഴിക്കോട് ജോലി കിട്ടിയപ്പോൾ കോഴിക്കോട് എത്തുകയും കുഞ്ഞിനി മാഷുമായി പരിചയപ്പെടുകയും അങ്ങനെ പിന്നീട് ആ വായന പ്രോത്സാഹന രംഗത്ത്, പുസ്തക വിതരണ രംഗത്തും പ്രസിദ്ധീകരണ രംഗത്തൊക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഫേസ്ബുക്കിൽ നിങ്ങൾക്കാണ് കൊല്ലം നൗഷാദ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മുകളിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ യാന്ത്രികമായി പ്രവർത്തിക്കപ്പെടുന്ന ഒരു ലൈബ്രറി സംവിധാനമാണ് ഇപ്പോ നമുക്കുള്ളത്. ഞാനത് ആരെയും ഞാൻ പറയുന്ന ഒരു വാക്കും ആശയമായിട്ട് എടുക്കരുത്. അതാണ് ഇപ്പൊ ഗ്രാൻഡിന്റെ വിഷയം, സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞല്ലോ നമ്മളിവിടെ. അപ്പൊ അതിന് പകരം നേരത്തെ നമ്മുടെ എങ്ങനെയാണോ കേരളത്തിലെ ലൈബ്രറികൾ, ഗ്രന്ഥശാല സംഘം പ്രവർത്തനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്, 4-5 മേഖലകളിൽ നിന്നാണ് ലൈബ്രറികളുടെ പ്രവർത്തനം കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പിന്നീടാണ് അതിന് ഐക്യരൂപം വരുന്നതും ഐക്യ കേരളം വന്നതിന് ശേഷം ഐക്യരൂപം വരികയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഇനീഷ്യേറ്റീവ് നമ്മുടെ പൊതു ഗ്രന്ഥശാലകളിൽ നിന്ന് പ്രാദേശികമായി തന്നെ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തനതായ ഐഡന്റിറ്റിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് അതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ഇന്നൊരു തടസ്സവുമില്ല. അതാണ് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു ലിമിറ്റുമില്ല, ഒരു പരിധിയുമില്ല, ഒന്നുമില്ല. പക്ഷെ നിയമപരമായ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നിയമപരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേ നമുക്ക് ഇടപെടാൻ കഴിയൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇതൊക്കെ വിമർശനങ്ങൾ ആയി പറയുകയാണെങ്കിൽ പോലും ഇന്ത്യയിലെ
അല്ലെങ്കിൽ ലോകത്തെ പൊതു ഗ്രന്ഥശാലകളിൽ ഇതുപോലെ സഹായം നൽകുന്ന, സപ്പോർട്ട് നൽകുന്ന, സർക്കാർ സംവിധാനത്തിൽ സപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനവും ലോകത്ത് വേറെ ഒരിടത്തുമില്ല. ഇന്ത്യയിൽ ഒരിടത്തുമില്ല. അത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കുറച്ച് ദൃശ്യവൽക്കരിക്കാനുള്ള സംവിധാനങ്ങളിൽ കൊണ്ടുവന്നത്, പക്ഷെ അതിപ്പം സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത് എന്താണ് ഡിജിറ്റൽ പ്രോസസ്സിംഗ് എന്നുള്ളത് നമ്മൾ കൃത്യമായ ഒരു ജനറൽ അവയർനെസ് നമുക്കുണ്ടാകും. ഞാൻ അതിന്റെ മറ്റു കോംപ്ലിക്കേഷനിലേക്കൊന്നുമില്ല. ഞാൻ സോഫ്റ്റ്വെയർ ടെക്നോളജിസ്റ്റ് അല്ല എക്സ്പേർട്ട് അല്ല, പക്ഷെ ടെക്നോളജിസ്റ്റ് ആണെന്ന് മാത്രം ഞാൻ പറയാം. അപ്പൊ ഡിജിറ്റൽ എന്ന് പറയുന്നതിന് നമ്മുടെ മനസ്സിൽ കാണേണ്ടുന്നത് 3-4 തരത്തിൽ ഇതിനെ വിഭജിക്കപ്പെടണം. ഒന്ന്, ഡിജിറ്റലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രാദേശിക ഡോക്യുമെന്റ്, നമ്മളെ കയ്യിലുള്ള ഒരു കാര്യങ്ങൾ, ഒരു കല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് കമ്പ്യൂട്ടറൈസ്വൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യപ്പെട്ട കാര്യങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മറ്റൊന്ന്, പുതിയ വിവരം നമുക്ക് ആവശ്യമുള്ള AI-യുടെ സാങ്കേതിക വിദ്യ പറഞ്ഞു, അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെ ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിജിറ്റൽ പ്രോസസ്സ് ലോകത്ത് നടന്നിട്ടുണ്ട്. നേരത്തെ സെറ്റ് ചെയ്യപ്പെട്ടു വെക്കുന്ന ഒരു കാര്യമായിരുന്നു നേരത്തെ ഡിജിറ്റൽ പ്രോസസ്സിംഗിൽ ഉണ്ടായിരുന്നത്. AI സംവിധാനം വന്നതോടുകൂടി നിങ്ങളുടെ ജനറ്റിക് ആൻഡ് ജീൻ എഞ്ചിനീയറിംഗ് കൂടി ചേർന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കണ്ണിനെയോ നിങ്ങളുടെ വിരലിനെയോ അല്ലെങ്കിൽ തൊലിയുടെ സ്പർശനം കൊണ്ടോ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന അത്ര സാങ്കേതിക വിദ്യ, നിങ്ങളുടെ ഞാൻ തമാശയിൽ പറയാതെ നിങ്ങളുടെ മുഴുവൻ ജാതകവും എഴുതപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ വളർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ചികിത്സാ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിപ്പോ നടക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെയും ഇപ്പൊ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതിനൊക്കെ, ചില കുറ്റകൃത്യങ്ങളിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പൊ അത്തരം ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ പ്രക്രിയ എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പല രീതിയിലും കാണണം. നമ്മളിപ്പോ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊരു കറിയുടെ പേര് എനിക്കൊന്നും കൂടി അങ്ങനെ തന്നെ ചെയ്യായിരിക്കും, എല്ലാം കൂടി തരച്ചു. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വിവരമാണ്, നോളജാണ് നമുക്കുള്ളത്. അപ്പൊ അതിനെ നമ്മൾ കൃത്യമായി നിർവചിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ അറിവ് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ളത്. പക്ഷെ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതുപോലെ തന്നെ വിജ്ഞാന ശേഖരത്തിന്റെയും വ്യാപനത്തിന്റെയും കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ ലൈബ്രറികൾ മാറണം. അതിന്റെ കുറെ കാര്യങ്ങൾ നേരത്തെ ഇവിടെ രണ്ടുപേരുടെ ഭാഷണത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ അതിലും പോകുന്നില്ല. അങ്ങനെ ഒരു വിജ്ഞാന ശേഖരത്തിന്റെ വ്യാപന കേന്ദ്രങ്ങൾ എന്ന നിലയിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, വിവരങ്ങൾ, ഇൻഫർമേഷൻ, നോളജ്, ഇത്തരം കാര്യങ്ങളിലുള്ള കേന്ദ്രങ്ങൾ എന്ന നിലയിൽ. അപ്പൊ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നേരത്തെ ജെൻസിന്റെ കാര്യം പറഞ്ഞു, പഴയ തലമുറയുടെ കാര്യം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേരുന്ന വിവരങ്ങളെ നമുക്ക് ഒരു ഇൻഫർമേഷൻ ലഭ്യമാകുന്ന രീതിയിൽ നമ്മുടെ ലൈബ്രറികൾ സജ്ജമാവണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മുടെ ലൈബ്രറിയുടെ കപ്പാസിറ്റി എന്ന് പറയും, ലൈബ്രറിയന്റെ കപ്പാസിറ്റി. ഇവിടെയാണ് അക്കാദമിക് ലൈബ്രറിയെ കുറിച്ചും പബ്ലിക് ലൈബ്രറിയെ കുറിച്ചും രണ്ട് സമാന്തര ചർച്ച നടക്കുന്നത്. ഞാൻ അതിനകത്ത് തികച്ചും വിയോജിപ്പുള്ള ഒരാളാണ്. നമുക്ക് നമ്മുടെ കാലത്തെ സങ്കല്പത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് ഇനിയൊരു അക്കാദമികവും അല്ലെങ്കിൽ പബ്ലിക് എന്നുള്ളതല്ല, എല്ലാം കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു +2 പഠിക്കുന്ന, ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പോയിട്ടാണ് പഠിച്ചത്. പക്ഷെ ഇന്ന് +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള റെഫറൻസ് സൗകര്യം ലഭ്യമാകുന്ന ഒരു ലൈബ്രറിയുടെ ആവശ്യം സ്കൂൾ ലൈബ്രറികൾ ശക്തമല്ലാത്തത് കൊണ്ടും പബ്ലിക് ലൈബ്രറികളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വിവരങ്ങളെ നമുക്ക് കൃത്യമായി കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വിവരസമ്പത്ത് സ്വരൂപിക്കുന്ന കേന്ദ്രങ്ങൾ, അത് ഡിജിറ്റൽ പ്രോസസ്സിംഗ് കൂടിയേ നടക്കും. അപ്പൊ ആ ഒരു പ്രക്രിയ, ഇതിന് നമ്മുടെ പരിമിതികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പരിമിതി എന്ന് ഞാൻ പറയുന്നത് കമ്പ്യൂട്ടറില്ല, നെറ്റില്ല എന്നെല്ലാം പറയും, അതൊക്കെ ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ കപ്പാസിറ്റി ഉണ്ട്, അതായത് കൊണ്ടു നടക്കുന്നവരുടെ കപ്പാസിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമ്മളൊരു വട്ടം വരയ്ക്കും അവിടെ, ആ വട്ടത്തിൽ നിന്ന് കളിക്കാനാണ് നമുക്കും താല്പര്യം. അപ്പൊ അതിന് പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഇവിടെയാണ് തലമുറകളുടെ വിടവ്. നേരത്തെ പറഞ്ഞ, ഞാൻ ഒരിക്കലും ന്യൂ ജനറേഷന് കുറ്റം പറയാറില്ല, യുവാക്കളെ ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയാൻ പാടില്ല. ഞാൻ ഇടപെട്ട മേഖലയിലെല്ലാം എനിക്ക് പരിപൂർണ സഹായം നൽകുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ
നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈബ്രറിയിലെ കമ്പ്യൂട്ടറൈസേഷന് ഇപ്പം ഡാറ്റ എൻട്രിന്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എൻ്റെ പഞ്ചായത്തിലെ 13 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് 7 ലൈബ്രറിയിലെ ബുക്കിന്റെ ലിസ്റ്റ് ഡാറ്റ എൻട്രി ചെയ്തത്. ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രക്രിയയെ നമുക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇടപെടിപ്പിക്കാൻ കഴിയുന്ന, പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന മാറ്റ പ്രക്രിയക്ക് നമ്മൾ വിധേയമാകപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിവരങ്ങളെ നമ്മൾ ഒരു കേന്ദ്രങ്ങളായി നമുക്കത് മാറണം. അത് കൺവേ ചെയ്യാൻ പറ്റണം, നമുക്ക് കൈമാറ്റം ചെയ്യാൻ. ഇവിടെ ആളുകൾ വന്നാൽ കൊടുക്കാൻ പറ്റണം. ഇന്നത്തെ നമ്മുടെ പരിമിതികളെ വെച്ചുകൊണ്ട് അതിനെ നിർവചിക്കാൻ പോയാൽ ഒരു പ്രവർത്തനവും നമുക്ക് നടത്താൻ കഴിയില്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, പൊതുവായി നമ്മൾ ലോകത്തെ മാറ്റപ്രക്രിയകളോട് ചേർത്ത് പറയേണ്ടതാണ് വിവര വിജ്ഞാന വിനിമയ സാങ്കേതിക വിദ്യ പ്രക്രിയകൾ. അത് ഇപ്പം നമ്മൾ നോളജ് എക്കോണമിയൊക്കെ പറ്റി പറയും, ബ്ലൂ എക്കോണമിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളും വേഗതയാർന്ന രീതിയിൽ വരുന്ന ഒരുപാട് പ്രക്രിയയുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ സമൂഹത്തിന് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നടക്കുന്ന ഇത്തരം ചലന പ്രക്രിയയിലെ സാമൂഹ്യ ബന്ധ ഉറപ്പുറപ്പിക്കുന്ന കണ്ണിയായി മാറാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച്, പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു കേന്ദ്രമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മനുഷ്യവിഭവശേഷിയെ ഇപ്പൊ മെമ്പർഷിപ്പിൽ മാത്രമൊന്നും നമ്മൾ നിങ്ങളുടെ വായനശാലയ്ക്ക് ചുറ്റുമുള്ള പുറത്തുള്ള 100 200 300 500 ചുറ്റുവട്ടത്തുള്ള മനുഷ്യ വിഭവശേഷിയെ കുറിച്ചിട്ടുള്ള ഡാറ്റാബേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയും അവരുടെ സേവനം ഉപയോഗപ്പെടുത്താനും കഴിയണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പഞ്ചായത്തിലെ 2 ആളുടെ പേര് പറയാം. ഒന്ന് ഡോക്ടർ എ ശങ്കരൻ, അയാൾ യുനെസ്കോന്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി സംവിധാനത്തിന് അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. മറ്റൊരാള് ഗീതാ ഗോപിനാഥ്, കേട്ടിട്ടുണ്ടാവും, IMF ജോലി ചെയ്യുന്ന ഒരാളാണ്. IMFന്റെ ഉപദേഷ്ടാവായിട്ടൊക്കെ നിന്നയാളും ഒക്കെ ആണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ്, ഇപ്പോഴതല്ല, അതിന് മുമ്പത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടൊക്കെ നിന്നയാളാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇത് വലിയതാണ്. പക്ഷെ ഇതിൽ ചെറിയ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, മനുഷ്യവിഭവശേഷി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകളുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് വിവരങ്ങൾ, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പങ്കാളികളാക്കി നമ്മൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് എത്രമാത്രം നമുക്ക് അതിന് ശേഷിയുണ്ട് എന്നുള്ള, അതിന് പുറത്തേക്ക് നമ്മൾ പിന്നെ പോകേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇപ്പൊ എന്നെ കണ്ണൂരിൽ നിന്ന് ഇവിടെ വിളിക്കുന്നു എന്ന് പറയുന്നതും ഗോമാഷും ബലമാഷും ഒക്കെ ഉള്ളൊരു ബന്ധം കൊണ്ടും പുറത്തുനിന്ന് ഒരാളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റപ്രക്രിയ. പക്ഷെ നമ്മളെക്കാൾ നന്നായി ഈ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന മനുഷ്യവിഭവശേഷി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ നമ്മുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണം. ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ പറയാണ്ടത്. നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ച് നമുക്കറിയാലോ, അറിയില്ലേ? കൃത്യമായി ചുറ്റിയോടുകൂടി കാര്യങ്ങൾ നടന്നു വരുന്നതും 50% സ്ത്രീ സംവരണമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന എത്ര മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. എത്ര പഞ്ചായത്ത് മെമ്പർമാര്, കോർപ്പറേഷനും എല്ലാം കൂടി എത്രയുണ്ട്? 23,611 ആളുകളാണ്. അത് കോഴിക്കോട് ജില്ലയിൽ എടുത്താൽ 1903 പേരാണ്. അതിന് സാമ്പത്തിക അത്തരം വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ മാറ്റി നിർത്തി മറ്റൊരു രീതിയിൽ നമ്മൾ ആലോചിച്ചാൽ കേരളത്തിലെ കഴിഞ്ഞ 31 അത് ഈ മാർച്ചിൽ 2026 2025 മാർച്ച് 31 കണക്കനുസരിച്ച് 7,309 ലൈബ്രറികൾ ഗ്രഡേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് കേരളത്തിൽ. കോഴിക്കോട് ജില്ലയിൽ 577 എൻ്റെ കണക്ക്. ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. 7,309 ലൈബ്രറികളിൽ ഇപ്പോ ഗുണിക്കണം 15. ഞാൻ ആ കമ്മിറ്റി അംഗങ്ങളുടെ ശക്തി എക്സെപ്റ്റാന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും, അല്ലേ? 15 പേരല്ലേ ഇപ്പോ? 15 പേരാണ്. അതിനകത്ത് നിർബന്ധമായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം, അല്ല 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം, ഒരു SC ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ പ്രക്രിയ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാകുന്നതിന് മുമ്പേ ഒരുപക്ഷെ അതും നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കി പ്രദേശ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതേ നിയമപരമായ സാധ്യതയോടുകൂടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയുള്ള ഒരു വോളണ്ടറി പ്രക്രിയയാണ് ലൈബ്രറി കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ.
ആരും ഇതിനകത്ത് കയറി വരുന്നവരെ കമ്മിറ്റിയിലാക്കുന്നവരല്ല. പക്ഷെ എതിരാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനകത്ത്. പക്ഷെ ആ പ്രക്രിയയെല്ലാം നിയമപരമായി നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് 1,09,635 പേര് കേരളത്തിൽ. നേരത്തെ ഞാൻ പറഞ്ഞു 23,611. ഇത് 1,00,000. രണ്ടിനും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഞാൻ അതങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇതാണ് നമ്മുടെ മനുഷ്യവിഭവ ശേഷി എന്ന് പറയുന്നത്. ഈ സംവിധാനത്തെ, ഈ 15 പേര് എന്ന് പറയുന്ന സംവിധാനത്തെ യാന്ത്രികതയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് അതിനെ ചലനാത്മകമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തന പരിപാടി നമുക്ക് ഫോം ചെയ്യാം. അത് ഞാൻ എന്റെ ലൈബ്രറി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമല്ല. അപ്പൊ ഓരോ ലൈബ്രറിക്കും തനതായ കലണ്ടർ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ കണക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഇങ്ങനൊരു പ്രോസസ്സിംഗിലേക്ക് നമ്മൾ ഡിജിറ്റൽ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോലെ ഇപ്പൊ എല്ലാവർക്കും എത്തിച്ചേരാനുള്ള ഒരു സ്ഥലമാണ് സ്പേസ് ഫോർ ഓൾ ആണ് എന്ന് പറയുന്നതാണ്. മറ്റൊന്ന് എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്, കളക്ഷൻ ടു കണക്ഷൻ എന്ന് പറയുന്ന ഒരു റോളാണ് നമ്മൾ എടുക്കുന്നത്. അത് എത്രമാത്രം എന്നുള്ളത് ഓരോരോ ഇൻഡിവിജ്വൽ ലൈബ്രറികളുടെയും ഓരോ പ്രത്യേകത അനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ വിവരസമ്പത്ത് ഞാൻ സൂചിപ്പിച്ചു, ഇൻഫർമേഷൻ എക്കോണമി എന്ന് പറയുന്ന ഒരു റോളാണ് നമ്മൾ എടുക്കുന്നത്. മറ്റൊന്ന് വിവര ലോകം, ഇൻഫർമേഷൻ വേൾഡ് എന്ന് പറയുന്ന ആശയത്തിൽ ഒരു ലോകത്തെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഇഫ്ലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻ, അതുപോലെ യുനെസ്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ രീതിയിലും ഇപ്പം ഇന്റർനാഷണൽ ലൈബ്രറി ഇതുണ്ട്, ഇഫ്ല നടത്തുന്ന ലൈബ്രറി കോൺഗ്രസുകളുണ്ട്, എല്ലാ വർഷവും നടത്തുന്ന ലൈബ്രറി കോൺഗ്രസുകളുണ്ട്, അന്താരാഷ്ട്ര കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഡെൽനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ കേരളത്തിൽ നിന്ന് മറ്റു ഒരുപാട് സംവിധാനങ്ങൾ. പക്ഷെ ഇപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് എന്ന് പറയുന്ന ഡോക്ടർ ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പം 4 ടേം ഇപ്പൊ കഴിഞ്ഞു അവരുടെ ഇന്ന്. അപ്പൊ അങ്ങനെയുള്ള ചില ഈ വിവര ലോകത്തെ ഇൻഫർമേഷൻ വേൾഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക്. മറ്റൊന്ന് നോളജ് സൊസൈറ്റി എന്നാണ്, വിജ്ഞാന സമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനം. നേരത്തെ എല്ലാ കാര്യങ്ങളും വിവിധ തലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദാംശ സമയം അധികമായി പോകും എന്നുള്ളത് കൊണ്ട്. മറ്റൊന്ന് വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്തും. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് നോളജ് എക്കോണമി എന്ന് പറയുന്നത് വലിയ ഒരു പ്രക്രിയയായിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വരാൻ പോവുകയാണ്. ഇനിയുള്ള കാലത്ത് കുറച്ചും കൂടി വേഗതയാർന്ന ഒരു ഇതിലേക്ക് നമ്മൾ അതിലേക്ക് വരാൻ പോവാണ്. ബ്ലൂ എക്കോണമി, നിങ്ങളിപ്പോ നീലസമ്പദ് വ്യവസ്ഥ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സമുദ്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ മുഖത്തുണ്ട്. അതിന്റെ നിയന്ത്രണം, അതിന്റെ ഉപയോഗപ്പെടുത്തൽ, അതിനെ പരമാവധി ഭൂമിയിൽ നിന്നുള്ളതിന് കുറച്ചും കൂടി കര സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായ ബ്ലൂ എക്കോണമിയുടെ സാധ്യത നമുക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇതിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്താവണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈബ്രറികൾ സ്മാർട്ട് ആവണം. സ്മാർട്ട് ലൈബ്രറി ആൻഡ് ഇൻസ്പയർഡ് ലൈബ്രറിയൻ എന്നാണ്. സ്മാർട്ട് ലൈബ്രറി ഈ രണ്ട് പദം ഈ ഇഫ്ലയുടെ അന്താരാഷ്ട്ര കോൺഗ്രസിൽ 2016 പൂനെ ബേസ്ഡായിട്ടുള്ള ഒരു വ്യവസായി വിവേക് പട്കർ എന്ന് പറയുന്ന ആളാണ് മുന്നോട്ട് വെച്ചത്. ഇൻസ്പയർഡ് സ്മാർട്ട് ലൈബ്രറി ആൻഡ് ഇൻസ്പയർഡ് ലൈബ്രറി എന്ന് പറയുന്ന 2 വാചകത്തെ വെച്ചുകൊണ്ടുള്ള നിർവചനം ഞാൻ അത് വിശദീകരിക്കുന്നുണ്ട്, അത് പറയാം ഞാൻ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പുതിയ മുഖവും പുതിയ ഭാവവും അതുപോലെ തന്നെ പഴയതിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പഴയതിനെല്ലാം നിഷേധിക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ആ പ്രക്രിയക്കെല്ലാം അതിന് ചരിത്രപരമായ സാധുതയുണ്ട്. അതിനെല്ലാം നമുക്ക് ഇപ്പോഴത്തെ പ്രക്രിയക്ക് പില്ലറായി നിൽക്കേണ്ട, നെടും തൂണുകളായി നിൽക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാം നമുക്ക് ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം. എന്താണ് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിജിറ്റൈസ് ചെയ്ത് പ്രക്രിയയിലേക്ക്. ഉദാഹരണത്തിന് ഇപ്പം ഈ ഗ്രന്ഥാലയത്തിന്റെ പഴയകാല ചരിത്രം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തേടി എടുത്ത് ഡിജിറ്റൈസ് ചെയ്ത് കൊണ്ടുവരേണ്ട. നേരത്തെ വിജയൻ സാറുമായിട്ട് ഇന്ന് സംസാരിക്കാൻ വന്നു, ഈ കരിങ്കല്ലിന്റെ ജില്ലിക്ക് പകരം ചരല് വാഷ് ചെയ്തെടുത്തിട്ടാണ് കോൺക്രീറ്റിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ നമുക്ക് ഇന്നുള്ള പൊതുവെ ജൻസിക്ക് അവിശ്വസനീയമായി തോന്നുകയും എന്നാൽ അത് ചരിത്രത്തിന്റെ ഭാഗമായും ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള പ്രക്രിയയെല്ലാം നമ്മൾ
ഒരു ഓർമ്മകളിലേക്ക് ആവേശം നൽകുന്ന രീതിയിലേക്ക് അതിനെ രേഖപ്പെടുത്തി വെക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഡിജിറ്റൽ പ്രോസസ്സ്, ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറി വരാൻ കഴിയണം എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് പറയുമ്പോഴാണ് നിങ്ങൾ ലോകത്ത് ഒരിടത്തും ഉപയോഗിക്കാത്ത ഒരു വാക്ക്, ഒരു സ്റ്റേറ്റും പറയാത്തവരാണ് നവകേരളം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശാലത, ഞാനത് ഏത് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത്. പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഇതിനകത്ത് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൽ ഭാഗവാക്കായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? എത്ര പേരുണ്ടാവും? എത്ര ലൈബ്രറികൾ ഉണ്ടാവും? ഇല്ല, വ്യക്തികളായിട്ടേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളടക്കം എനിക്ക് തോന്നുന്നു ഈ ലൈബ്രറികൾ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വടകര താലൂക്കിലെ മുഴുവൻ ലൈബ്രറികളും ഇനിയും അത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ പ്രക്രിയ എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതിൽ ഡിജിറ്റൽ പ്രോസസ്സിലൂടെയാണ് ആളുകളിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഇത് പോയവർക്കറിയാം അല്ലേ? വോയിസ്, അതായത് വർത്തമാനം പറഞ്ഞാൽ മതി, അത് ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ചെറിയ എഡിറ്റിങ്ങും തിരുത്തലുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയക്ക് 40 ലക്ഷം വീടുകളാണ് കേരളത്തിൽ കവർ ചെയ്തത് ഈ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഏത് ഗവൺമെന്റിനുള്ള അർത്ഥത്തിൽ നോക്കുകയല്ല, പക്ഷെ ആ പ്രക്രിയ ഓരോ ലൈബ്രറികളും എന്റെ അഭിപ്രായത്തിൽ ഇനിയും ഏറ്റെടുത്ത് നടത്തി. നമ്മുടെ ലൈബ്രറികളുടെ പ്രവർത്തനത്തെ കുറിച്ച് തന്നെ അഭിപ്രായം വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ഒരു 10 ചോദ്യം ഉണ്ടാക്കി 10 ചോദ്യത്തിന് അഭിപ്രായം എന്താണ് നമ്മുടെ ലൈബ്രറിയുടെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക്. ഞാൻ ഭാഗമാഷം കൂടി ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയായിരുന്നു. 2019 ലൈബ്രറി കൗൺസിൽ ഒരു വായനാ സർവേ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ വായനാ സർവേ പറഞ്ഞിട്ടുണ്ടോ? അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ആത്മധൈര്യം ലൈബ്രറി കൗൺസിലിന് ഉണ്ടായിട്ടില്ല. അത് കാരണങ്ങൾ പറയും, നമ്മളെല്ലാം അതിനകത്തൊരു കാരണക്കാരായിരിക്കും. പക്ഷെ അത് മുഴുവൻ പ്രോസസ് ചെയ്യുന്നതിൽ ഇടപെട്ട ഒരാളും കൂടിയാണ്. എനിക്കറിയാം, ആ ഡാറ്റ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയയെ അങ്ങനെ ഒരുപാട് കാലം നിലനിർത്തി കൊണ്ടുപോയി നീട്ടിവലിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പരിവർത്തനത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ സുസ്ഥിര വികസന അജണ്ട കേട്ടിട്ടുണ്ടാവുമല്ലോ. കേൾക്കാത്തവരുണ്ടെങ്കിൽ കൈവയ്ക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഈ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഒരു വികസന പ്രക്രിയ 2030 അജണ്ട എന്നാണ് അതിന് പറയുന്നത്. SDG 2030 17 വികസന കാര്യങ്ങൾ മേഖലകളിലാണ് അത് പറയുന്നത്. ലോകത്തോട് പറയുന്നത് 164 പ്രവർത്തന ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. 231 മോണിറ്ററിംഗ്, അത് മേഖലകളെ പരിശോധിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് ഇതിലുള്ളത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, സുസ്ഥിര വികസന അജണ്ട. ഇത് മുഴുവൻ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കേരളത്തിലെ നവകേരള കാര്യങ്ങൾ നടക്കുന്നത്. അത് പ്രക്രിയ. ഇപ്പൊ നിങ്ങൾ ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ ലൈബ്രറി ഒരു പക്ഷേ നാളെ അത് ആ അജണ്ടയിൽ നിന്നുകൊണ്ട് വിലയിരുത്തപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്ക് വരേണ്ടി വരും നമ്മൾ. അപ്പോൾ പരിവർത്തനം നമ്മൾ ഇന്നേ തുടങ്ങിയില്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിന് കാത്തു നിന്ന് നമ്മളൊരു പ്രവർത്തനം, നമ്മളെ പ്രാദേശിക പ്രവർത്തനത്തിന് തടഞ്ഞു നിർത്തപ്പെടുന്ന പ്രക്രിയ മാറി പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയ. ഈ വിവരങ്ങളെയെല്ലാം, ഈ നോളജ് സംവിധാനത്തിനെയെല്ലാം ഈ വിവരലോകത്ത് നിന്ന് ശേഖരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, പുതിയ ഇന്നോവേറ്റീവ് ടെക്നോളജി എന്ന് പറയും. നമ്മൾ സാങ്കേതിക വിദ്യ എന്നുള്ള മാത്രമല്ല ഇപ്പോഴത്, ഇന്നോവേറ്റീവായിട്ട് വരികയാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതി എന്നുള്ളതല്ല. ഇപ്പൊ കേരളത്തിൽ ഒരു വലിയ ഇന്നോവേറ്റീവ് ടെക്നോളജി പ്രക്രിയ നടക്കുന്നുണ്ട്. അത് ജഷൻ ബാറ്ററിയുടെ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് വരും. ഇന്നുള്ള നമ്മളെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന, അല്ലെ വണ്ടികളിലെല്ലാം ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടി ഇപ്പൊ നമ്മളിപ്പോൾ അത് ബഹിരാകാശ രംഗത്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് കോസ്റ്റ്ലിയാണ് നമുക്ക് ഉപയോഗിക്കുക. പക്ഷെ ആ ഒരു ടെക്നോളജി നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഒരു പക്ഷെ വലിയ മാറ്റപ്രക്രിയ, എനർജി ഊർജ്ജ രംഗത്ത് വലിയ മാറ്റപ്രക്രിയ വിധേയമാക്കാൻ കഴിയും. അങ്ങനെ ഒരു ഇന്നോവേറ്റീവ് പ്രോസസ്സിംഗ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നോവേറ്റീവ് ടെക്നോളജികൾ മാറി മറിഞ്ഞു വരികയാണ്. അതിലെ ഇപ്പൊ ഫോണിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ, വീട്ടിലുള്ള ഒരുപാട് ഉപകരണങ്ങളുടെ കാര്യത്തിൽ, അത് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ, നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന വെള്ളം വീട്ടിലെ ഓട്ടോമാറ്റിക് പമ്പ് സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണിൽ വെച്ച് നിങ്ങൾക്ക് ഓൺ ചെയ്യാം. നിങ്ങൾ എവിടെയാണ്, അമേരിക്കയിലായിരുന്നാലും ഇവിടെ അത് ഓൺ ഓഫ് ആക്കാൻ നിങ്ങളുടെ ഇങ്ങനെ വരുന്ന ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണ്. ഇതൊരു സർക്കാർ സംവിധാനത്തിൽ
വരേണ്ടതാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിലും അതിനേക്കാൾ ഉപരി ഈ വിവരങ്ങളെ കൃത്യതയോടുകൂടി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ AI ടെക്നോളജി ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വിവരങ്ങൾ കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തി കൊടുക്കാൻ നമ്മൾ ഗ്രന്ഥശാലകൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം പ്രസിദ്ധീകരണങ്ങളുടെ കാര്യം നേരത്തെ അജയകുമാർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കടുപ്പാണ് ഇപ്പോഴത്തെ ഗൂഗിൾ സംവിധാനത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അറിഞ്ഞും അറിയാതെയും കേരളത്തിൽ 81 കോടി രൂപയാണ്. ഈ ദേശാഭിമാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ തട്ടിപ്പിലൂടെ 81 കോടി രൂപ. അത് പോകുന്നതെല്ലാം വളരെ പ്രമുഖന്മാർ, ഡോക്ടറും എഞ്ചിനീയർമാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നാണ്. അപ്പം ഇതൊരു വലിയ വിപത്താണ് സാമൂഹികം. ഇനി കുട്ടികളുടെ കാര്യത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ സാങ്കേതികത ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ മൊബൈൽ നിരോധിക്കാൻ പോവാണ്. കുട്ടികളിൽ നിന്ന് അത് എടുത്ത് വരും. ഇപ്പൊ വെള്ളം കുടിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും കുട്ടീൻ്റെ മുമ്പിൽ ഇതും തുറന്നു വെച്ചിട്ട് അമ്മ ടി വി കണ്ടുകൊണ്ട് ചെക്കിന്റെ വായിലായിരിക്കില്ല കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി വരികയാണ്. വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരു തരത്തിലും നമ്മുടെ ബ്രെയിൻ ഈ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നടക്കേണ്ടുന്ന മസ്തിഷ്ക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണാ സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ പരിപാടിയിൽ ഇത് മാഡ്മാൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കുറെ കാര്യം ടെക്നോളജിയെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിത ഭാരം അല്ലെങ്കിലും ദൈനംദിന ജീവിതത്തിന്റെ നമ്മുടെ ആയാസം വരുന്ന കാര്യങ്ങളിൽ നമുക്ക് അതിനെ ലഘൂകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്ന രീതിയിലേക്ക് ഒരു തിരിച്ചറിവോടുകൂടി ഈ സാങ്കേതിക വിദ്യ നമുക്ക് ഉപകരിക്കാൻ കഴിയുന്ന ആലോചനകൾ നമ്മുടെ നാട്ടിൽ നടക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഈ വഴിക്ക് ഇപ്പോ 18,000 പുസ്തകവും ഒരു മൈക്ക് സെറ്റും 4 അലമാരിയും പിന്നെ പ്രവർത്തന ഗ്രാൻഡിലുള്ള 11 പരിപാടിയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ ഒരു വട്ടത്തിൽ കറന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടല്ലോ. അതിന് പൊട്ടിച്ച് പുറത്തേക്ക് ചാടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ഒരു ആഗോള തലത്തിൽ വരുന്ന മാറ്റപ്രക്രിയ ഇപ്പൊ ഗ്ലോബൽ ട്രെൻഡ് എന്ന് പറയും 2040 എന്ന് പറഞ്ഞിട്ട് വേൾഡ് ബാങ്കും ഐക്യരാഷ്ട്രസഭയും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യാ മേഖലയിൽ പറഞ്ഞു. ഇതെല്ലാം ഡോക്യുമെന്റ് ഞാൻ ഈ താലൂക്കിന്റെ സംവിധാനത്തിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഇപ്പം പ്രധാന മാസ്റ്റർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കാം. സർക്കുലേറ്റ് ചെയ്ത് വായിക്കാനുള്ള ഡോക്യുമെന്റ് എന്നുള്ള നിലയിൽ ഞാൻ തരാം. എൻ്റെ അടുത്ത് ആ ഡോക്യുമെന്റ് എല്ലാം ഉണ്ട്. അപ്പോ അതില് ഹൈപ്പർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റിയെ കുറിച്ച് ഇപ്പൊ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ ISROന്റെ ചെയർമാൻ ശശിധരൻ എന്നല്ല തിരുവനന്തപുരത്തുള്ള അദ്ദേഹമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നേരത്തെ നമ്മളൊരു സാറ്റലൈറ്റ് ടെക്നോളജി അത്തരം സംവിധാനങ്ങളിലെല്ലാം എന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും താഴെ നിന്ന് റിമോട്ടിൽ കൺട്രോൾ വെച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. പ്രീ സെറ്റ് ചെയ്ത് ഈ പോകുന്ന ഉപകരണത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് എങ്ങനെ പ്രവർത്തിക്കണം, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സെറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ സംവിധാനത്തോടു കൂടിയാണ് ഈ സാധനം ഇപ്പം മുകളിലേക്ക് പോകുന്നത്. ചന്ദ്രനിൽ പോകുന്നതും ചൊവ്വയിൽ പോകുന്നതും സൂര്യനെ മുറിച്ചു കടക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, പ്രീ സെറ്റ് ആണ്, സെറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് AI-യുടെ ആ ബുദ്ധിയെ രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് AI-യുടെ സാങ്കേതിക വിദ്യയിലും. അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇപ്പോ ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഭാഷാധ്യാപകരുണ്ട് ശ്രമിക്കണം. ഞാൻ പറയുമ്പോൾ കുട്ടികൾ അക്ഷരം പഠിക്കേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചാണ്. പക്ഷെ എന്താ പഠിക്കണം നമുക്ക് അക്ഷരം. ഇപ്പൊ മാതൃഭാഷയിൽ പഠിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ അക്ഷരം പഠിപ്പിച്ച് അക്ഷരം പഠിക്കേണ്ട കാര്യം. ഞാനിപ്പം കൈകൊണ്ട് എഴുതിയ കാലം പറഞ്ഞു 1991 മുതൽ ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നോട് എഴുതാൻ പറഞ്ഞാൽ ഞാനൊരു ഒരു അയലത്ത് നിൽക്കില്ല. ഒരു മീറ്റിംഗിൽ ചേർന്ന് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിന്റെ ദൂരം മാറി നിൽക്കുന്ന രീതിയിലേക്ക് വന്നു. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അതിന്റെ വേണ്ടതും വേണ്ടാത്തതും എന്ന് തിരിച്ചറിവോടുകൂടി ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇപ്പൊ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കണക്ക് കാൽക്കുലേഷൻ. എൻ്റെ മകളുടെ കൊച്ചുമോനുണ്ട്, കൊച്ചുമോൻ അച്ഛൻ ഈ വെറുതെ ഈ കാൽക്കുലേറ്ററിൽ മൊത്തം ഇങ്ങനെ മൊബൈല് അത് എന്റെ മൊബൈലിന്റെ ലോക്ക് ഓപ്പൺ ചെയ്ത വമ്പനാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. ഞാനത് കണ്ടുപിടിച്ച് മോനെ ദിനേശാണെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഞാനിത് പറയുന്നത് സാങ്കേതിക വിദ്യയെ നേരത്തെ തലമുറകളുടെ പേര് പറഞ്ഞ് തല നരച്ചുപോയി എന്നുള്ളതിന്റെ സംവിധാനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് മാറ്റി നിർത്തി ആലോചിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. അപ്പൊ അത് നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യനും മെഷീനറി മെക്കനൈസേഷൻ തമ്മിലുള്ള വലിയ കണക്ടിവിറ്റി വന്നു ഒരുപാട് കാര്യങ്ങളിൽ.
ആ കാർഷിക രംഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റ പ്രക്രിയയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് കുറെ കൂടി എളുപ്പത്തിലാവാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ചെടിയെ മണ്ണിൽ വളം കൊടുക്കുന്നതിന് പകരം ഇലയിൽ വളം കൊടുക്കുന്ന പോളിയാർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. കാർഷിക മേഖലയിൽ ഇടപെടുന്നവർക്ക് അറിയാം. സ്പ്രേ ചെയ്താൽ മതി ഇലയിൽ. പക്ഷെ ആവശ്യത്തിനുള്ള വളമേ മണ്ണിൽ കൊടുക്കേണ്ടത്. അതിന് എന്താണ് ആ ചെടിയുടെ വികാരം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്, ഉപകരണങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ JC ബോസാണ് ചെടികൾക്ക് ഹൃദയമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജഗദീഷ് ചന്ദ്ര ബോസ് നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാരനാണ്, കൽക്കത്തക്കാരനാണ്. അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഓരോ ചെടി വളരുന്ന ക്രമത്തിൽ, അതുപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിങ്ങളുടെ മൊബൈലിൽ ഇപ്പൊ ഇന്റർനെറ്റ് ഓൺ തിങ്സ് എന്ന് പറയുന്ന IoT എന്ന് പറയുന്ന പ്രക്രിയ. ഇപ്പൊ ഞാനൊരു ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആളായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പാടശേഖരത്തിൽ ഈ സീസൺ സമയത്ത് ഈ മെഷീൻ അവിടെ കൊണ്ടുവച്ചാൽ മതി. വെള്ളത്തിന് എത്ര ടെമ്പറേച്ചർ എഴുതുന്നുണ്ട്, കാലാവസ്ഥ മാറ്റം എവിടുന്നുണ്ട്, മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ, മണ്ണിന് എന്താണ് pH പ്രശ്നങ്ങളുള്ളത്, എല്ലാം അവൻ ഈ മൊബൈലിൽ നമുക്ക് സമയത്തിന് ഒരു ദിവസം സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ ഇപ്പം നമ്മളെ മോട്ടോറിന്റെ പമ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വീട്ടിലെ വൈദ്യുതി കാരണം ഫാന്, നേരത്തെ വിജയൻ സാറ് അവിടുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ സാറ് 6 ഫാന് മാറ്റി എന്ന് പറഞ്ഞു. മാറ്റി പുതിയ ഫാൻ റിമോട്ട് ഫാനിങ് തന്നു. അപ്പൊ ഊർജ്ജം ലാഭമാണ്. അപ്പൊ മാറ്റപ്രക്രിയ നമ്മൾ അറിയാതെ നമ്മൾ വരികയാണ്. അയൺ ബോക്സിന്റെ കാര്യം മാത്രം നിങ്ങൾ എടുത്തു നോക്കിയോ. വീട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ബാലണ്ണൊക്കെ പൈസത്തെടുപ്പ് വ്യാപകമായി ചെയ്യുന്നല്ലോ. അവിടെ പോയി ഇപ്പൊ ഗ്യാസ് വന്നു, പിന്നെന്താ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളിലേക്ക് വരാണ്. കെറ്റിൽ വന്നു, ഹീറ്റർ വന്നു, ഒരുപാട് കാര്യങ്ങൾ, ഇതിന്റെ കാര്യങ്ങൾ. വൈദ്യുതിയെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് 1,00,000 യൂണിറ്റ് വൈദ്യുതിയാണ് കേരളത്തിൽ സൗരോർജ്ജ മേഖലയിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റപ്രക്രിയ വരുന്നതിന് നമുക്ക് അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ടെക്നോളജി, IoT, അതുപോലെ റോബോട്ടിക് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ICT എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിമാർക്കും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ICT എന്ന് പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നു. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, ഈ നോളജ് എക്കോണമി, ഈ ടെക്നോളജി മാറ്റപ്രക്രിയ, സാങ്കേതിക വിദ്യ പരിവർത്തന പ്രക്രിയയിലെ മാറ്റങ്ങളുടെ ഓരോ അവസ്ഥയെയും ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ആവശ്യമുള്ള, അതാണ് പണ്ട് കേട്ടിട്ടാണ് നമുക്ക് ബോധമുണ്ടായത്, പരിവർത്തനം ഉണ്ടായത്. ഗ്രന്ഥശാല വേണമെന്ന് അറിവുള്ള ആളുകളോട് നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഇതും, അല്ലെങ്കിൽ മറ്റൊരു ഗ്രന്ഥശാല കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രന്ഥശാല വേണമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ നിലയിൽ ഈ വിജ്ഞാന വ്യാപന രംഗത്ത് നടക്കുന്ന ശരിയായ രീതികളും തെറ്റായ രീതികളും ഉണ്ട്. ഇപ്പൊ നടക്കുന്ന യുദ്ധം അതൊരു തെറ്റായ പ്രവണതയാണ്. പക്ഷെ ശരിയായ രീതിയിലേക്ക് വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ, ഇതാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കൃത്യമായി നമുക്ക് അറിവുണ്ടാകേണ്ടത്. ഏത് സംവിധാനത്തിലാവും, ഏത് സാമൂഹ്യ ഭരണ വ്യവസ്ഥയിലായിരുന്നാലും ഈ അറിവുകളെ ഇത് തിരിച്ചറിവാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ സമൂഹത്തിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് നമ്മുടെ ഇപ്പം അധികാര വികേന്ദ്രീകരണം, സാമൂഹ്യ വളർച്ചയായാലും ഉൽപാദന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയെക്കുറിച്ച് പറയുന്നത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്യപ്പെടേണ്ടത് ഈ ഒരു നോളജ് വെച്ചുകൊണ്ടാണ്, ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് തർക്കങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഇത് നമുക്ക് സ്വായത്തമാക്കപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണം. കാർഷിക സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിന് മുമ്പുള്ള ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. പ്രീ അഗ്രികൾച്ചർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് പിന്നീട് അത് നമ്മൾ കാർഷിക സമൂഹമായി വന്നു. ലോകത്തുള്ള മുഴുവൻ കാലം ഈ കാർഷിക സമൂഹമാണ് പിന്നീട് വ്യവസായ സമൂഹമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. പക്ഷെ കാർഷിക സമൂഹം വ്യവസായ സമൂഹമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ വന്നിട്ടുള്ള അനിയന്ത്രിതമായ ചൂഷണത്തിന്റെ പ്രതിഫലനമാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഈ അസ്വസ്ഥത, ഇവിടെ നിന്നുകൊണ്ട് ശ്വസിക്കുന്നത്. ഇത് ആര് പരിഹാരം കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് മറ്റ് ഓമന പേരുകളിൽ നമ്മള് ചട്ടങ്ങള് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊന്നും പരിവർത്തന പ്രക്രിയക്ക് വിധേയമാവാതെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്, അസ്വസ്ഥമാവുകയാണ് കാര്യങ്ങൾ. ഇപ്പൊ പാമ്പ് കടിച്ചാലും സർക്കാർ മറുപടി പറയണം, പട്ടി കടിച്ചാലും സർക്കാർ മറുപടി എന്ന രീതിയിൽ നമ്മൾ കയ്യൊഴിഞ്ഞ് വിടുകയാണ്. പക്ഷെ ഈ സമൂഹം
ചെറുതായാലും വലുതായാലും ചെയ്യേണ്ടുന്ന, പാലിക്കപ്പെടേണ്ടുന്ന, പരിപാലിക്കപ്പെടേണ്ടുന്ന ഒരു സാമൂഹ്യ ചിന്തയിൽ നിന്നുകൊണ്ട് ഇടപെടേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ പിന്നീടാണ് വിവരസമൂഹം വന്നത്. ഈ വിവരസമൂഹമാണ് നമ്മളോട് നിങ്ങൾ ചെയ്യുന്നത് അപകടമാണ്, നിങ്ങൾ ചെയ്യുന്നത് ഇന്നത് ശരിയല്ല, ഇങ്ങനെ മരം മുറിക്കരുത്, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞത് ഈ വിവര സമൂഹമാണ്. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്ന വിവര സമൂഹമുണ്ട്. നിങ്ങൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അൽഗോറിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ്, അയാൾ പ്രസിഡന്റ് പദം രാജിവെക്കുക ചെയ്ത്. എന്നിട്ട് അദ്ദേഹം ഭൂമിക്ക് പനി പിടിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയൊക്കെ അതിന് അദ്ദേഹത്തിന് വലിയ അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു അൽഗോറിന്റെ ഒരു സിനിമയുണ്ട്. ഇത് അൺബിലീവബിൾ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ദ്വീപുകളുടെ സംരക്ഷണ വർഷമായിട്ട് തൊട്ടടുത്ത വർഷം ലോകം അന്താരാഷ്ട്ര പരിസ്ഥിതി സമൂഹം ആലോചിച്ച ചെറിയ ദ്വീപുകളുടെ സംരക്ഷണം എന്നുള്ള നിലയിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമ്പോൾ 5 ml ആണ് സമുദ്രനിരപ്പ് ഉയരുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മളെ ഭൗമതാപം കൂടി വർദ്ധിച്ചു വരുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ വൈജ്ഞാനിക സമൂഹം, വിവര സമൂഹം, പിന്നീട് വൈജ്ഞാനിക സമൂഹം. ഈ ഒരു അറിവിന്റെ കാര്യത്തിൽ വരുമ്പം നമ്മൾ ഇവിടെയും നമുക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നോവേറ്റീവ് എക്കോസിസ്റ്റം. നേരത്തെ ഇന്നോവേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നോവേറ്റീവ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആഗോള എക്കോസിസ്റ്റത്തിനെ മാത്രമല്ല പ്രാദേശിക എക്കോസിസ്റ്റത്തെയും നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടൽ. ഇത് ഗ്രന്ഥശാലേന്റെ പണിയാണോ എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ വായിക്കാനും എഴുതാനും പഠിപ്പിക്കേണ്ട ചുമതലയല്ല ഗ്രന്ഥശാലകൾക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ മാറ്റപ്രക്രിയക്ക് നമ്മൾ വിധേയമാകണമെന്ന് പറയുന്നത്. 6 പേജുള്ള ദേശാഭിമാനി പത്രം 3 പത്രമാക്കി മാറ്റിയിട്ട് വായിച്ചത് ആളുണ്ടായിരുന്നു. അത് എല്ലാ പത്രങ്ങളും, മനോരമയായാലും മാതൃഭൂമിയായാലും. കാരണം ഇത് ഒരാൾ വായിച്ചിട്ട് മറ്റൊരാൾ വായിക്കലുണ്ടാവില്ല. അപ്പോൾ 5 പേജുള്ള പത്രം ആദ്യത്തെ ഫ്രണ്ട് ഷീറ്റിനെ കട്ട് ചെയ്യും. ഇപ്പൊ 3 ആളെ കയ്യിൽ ഈ പത്രം എത്തും. അങ്ങനെയാണ് വായിക്കുക. അല്ലെ പിന്നെ ഒരാൾ വായിച്ചു തീർന്നിട്ട് മറ്റേ വായിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രക്രിയയല്ലോ. ആ കാലമൊക്കെ മാറി. നിങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരു കുട്ടിക്ക് ഇപ്പൊ ലൈബ്രറിയിൽ മെനക്കെട്ട് പാടുപെട്ട് പുസ്തകം എടുത്ത് തപ്പിക്കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. അതിന് ആ മൊബൈലിൽ കൊടുക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന് അടിച്ചു കഴിഞ്ഞാൽ സർവ്വ സംവിധാനം അതിനകത്ത് വരും. നേരത്തെ പറഞ്ഞില്ല അജയകുമാർ. അപ്പോൾ ഈ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഈ മാറ്റപ്രക്രിയ നമ്മൾ കാണണം. അതനുസരിച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആണ് നമ്മുടെ എൻറോൾമെന്റ്, പബ്ലിക് ലൈബ്രറി എന്നുള്ള നിലയിലുള്ള എൻറോൾമെന്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്കുള്ളത് പഞ്ചനിയമങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുസ്തകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇൻഫർമേഷന്റെ കാര്യത്തിലും പഞ്ചനിയമങ്ങൾ എന്ന് പറയുന്നത്. അതിന് എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്, വിലയുണ്ട്. അതിന് അടിസ്ഥാന തത്വമായി തന്നെ നമ്മൾ അംഗീകരിക്കണം. അത് വരേണ്ടത്. പക്ഷെ അതിന്റെ രീതിശാസ്ത്രത്തിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ആ തത്വത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ലൈബ്രറി, പുസ്തകം, വിവരങ്ങൾ, അംഗങ്ങൾ, സേവനങ്ങൾ, ഇതൊക്കെ ചേരുന്നതാണ് നമ്മളെ പുതിയ കാലത്തെ ലൈബ്രറികൾ. അവിടെ സാങ്കേതിക വിദ്യ ആവശ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്, ഇന്റർനെറ്റ് ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ മുഴുവൻ ലൈബ്രറികളുടെയും കമ്പ്യൂട്ടർവൽക്കരണത്തിന് ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു MLA ആയിരുന്ന സമയത്ത് ഫണ്ട് കണ്ടെത്തി 168 ഗ്രന്ഥശാലകൾക്ക് കൊടുത്ത്, ഇന്റർനെറ്റ് കൊടുത്ത്, പ്രിന്റർ കൊടുത്ത്, കണക്ഷൻ ഉണ്ടാക്കി ഡിജിറ്റൽ ഇതിലേക്ക്, അതിലൊരു പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ചെയ്യാൻ വേണ്ടി, അവിടെയാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഒക്കെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പരിവർത്തനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങളുടെ ഗ്രന്ഥകാലയത്തിന്റെ ഒരു സോർട്ട് അനാലിസിസ് എന്ന് പറയും നമ്മൾ സാങ്കേതിക ഭാഷയിൽ. അതിന്റെ ശക്തി ദൗർബല്യങ്ങളെ നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ, അത് അവിടുത്തെ പുസ്തക വിവരങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ, എണ്ണത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം ഗ്രാൻഡിന് അടുത്ത ഗ്രേഡിലേക്ക് എങ്ങനെയാണ് കയറാൻ പറ്റുക എന്നുള്ളത്. 10 പുസ്തകം 100 പുസ്തകം കിട്ടി അടുത്ത ഗ്രേഡ് 5000 രൂപ അധികം കിട്ടും, ലൈബ്രറിയിൽ നിന്ന് 500 രൂപ അധികം കിട്ടും. ഈ ഒരു ആലോചന നമ്മൾ നടക്കും. വേണ്ടാന്നില്ല, അതെല്ലാം വേണം. പക്ഷേ നിങ്ങളുടെ ലൈബ്രറിയുടെ ഒരു പ്രൊഫൈൽ ഈ പുതിയ കാലത്തെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ എഴുതി അതിനൊരു ഉത്തരവ് നിങ്ങൾ എഴുതുന്ന രീതിയിൽ ഒരു പ്രക്രിയയിലേക്ക് വരുമ്പോൾ അവിടെ വെച്ചാണ് നമുക്ക് ഒരു മാറ്റപ്രക്രിയയെ കുറിച്ച് ആലോചിക്കാൻ പറ്റുക. അതിന്റെ ഗ്രന്ഥശാലയുടെ ഒരു പ്രൊഫൈൽ എന്നുള്ള നിലയിൽ പുസ്തക വിവരങ്ങൾ, മറ്റു വിവരങ്ങൾ. ഇപ്പൊ നമുക്ക് മെമ്പർഷിപ്പ്, പ്രദേശം, അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ, എന്ത് ചലനങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്, എന്ത് ഇടപെടലാണ് നമുക്ക് അവിടെ വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ധാരണയില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ
ഒരു 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 സോഷ്യൽ എഞ്ചിനീയറിംഗ് ഡിസൈനിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല, ആലോചിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അംഗങ്ങൾ, അതിൻ്റെ സ്ഥാപക ആൾക്കാർ, ഇതൊക്കെ ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് നമുക്ക് പഴയ കാലങ്ങളിലേക്ക് അവിടെ നടക്കുന്ന സംസ്കാരം, ഭക്ഷണം, വസ്ത്രം, തൊഴിൽ, അവിടെ പരിവർത്തന സമൂഹത്തിൽ എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടെത്തി ഡിജിറ്റൽ ഇതിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്ന ഒരു ഇതിലേക്ക് വരണം എന്നുള്ളതാണ് കമ്മിറ്റി ഘടന. എനിക്ക് അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ലൈബ്രറിയിൽ 1956 മുതലുള്ള മിനിറ്റ്സ് ഉണ്ട്. അതിനു മുമ്പുള്ളത് കത്തിച്ച് അന്നത്തെ മലബാർ പോലീസ് കത്തിച്ചു കളഞ്ഞതാണ്. 58 ഒരു മിനിറ്റ്സിനകത്ത് ഒരു കമ്മിറ്റിയിലെ 8 പേരുള്ളതിൽ 3 പേരെ വന്നിട്ടുള്ളൂ. അപ്പൊ 3 പേരെ വന്നിട്ടപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ഇന്നത്താണെങ്കിൽ അന്ന് ആ മിനിറ്റ്സിന്റെ തീരുമാനം അത് ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഞാനിവിടെ കാണിക്കുന്നു. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ കോറം തികയാത്തതിനാൽ കമ്മിറ്റി മാറ്റിവെച്ചു. ഇത് 1958 ഒരു തീരുമാനമാണ്, കമ്മിറ്റിയുടെ തീരുമാനം. ഇന്ന് എഴുതേണ്ട ആവശ്യമുണ്ടാകും, എഴുതുകയുള്ളൂ. ജനാർദ്ദന മാഷ്, നിങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ട് നിങ്ങളൊന്ന് നാളെങ്ങാനും വന്നൊന്ന് ഒപ്പിടണം. അതായത് കോറല്ലെങ്കിൽ തികയില്ല എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറും. വേണ്ടാന്ന് ഞാൻ പറയാം, അതൊന്നും തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ആ പ്രവർത്തനങ്ങളോട് കഴിക്കുന്ന നീതിബോധത്തിന്റെ എല്ലാം ഒരു തെളിവായി നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രക്രിയകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ഡിജിറ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പുതിയ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കസരത്ത് കാണിക്കാവുന്നുള്ളത് മാത്രമല്ല, പഴയതിന്റെ ഗൗരവം നിലനിർത്താനും ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ അതിനെ പുനർജീവിക്കാനും കഴിയുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനും കഴിയുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്, ഡിജിറ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ പുസ്തകങ്ങൾ ഡിജിറ്റൽ കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്കല്ല. ഞാൻ എൻ്റെ സമയം അടുത്ത് വരുന്നത് ഞാൻ വേണം. അപ്പൊ സ്മാർട്ട് ലൈബ്രറി എന്നുള്ളതിന്റെ അതിന് ഓരോ വാക്കിനും നിർവചനമുണ്ട്. ഞാൻ പറയാം, ഒന്ന് സസ്റ്റൈനബിൾ ആണ്, ഒന്ന് അതായത് നിലനിർത്താൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലിയേക്ക് ആയിരിക്കണം, വിവിധ വൈവിധ്യ സമൃദ്ധമായിരിക്കണം നമ്മുടെ ലൈബ്രറി, മെറ്റീരിയൽ വെറൈറ്റി ഉണ്ടായിരിക്കണം, സൗഹൃദപരമായ സ്വീകാര്യത അതിനുണ്ടാവണം, ആക്സസ് അത് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്തുതാപരവും വിശ്വസനീയവുമായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്ന റിലയബിൾ ആൻഡ് റെലവന്റ് എന്ന് പറയുന്ന ഒരു വാചകം അതിന് അവിടെ ആവശ്യമുണ്ട്. മറ്റേത് ടൈം ബൗണ്ട് സർവീസ്, സന്ദർഭോചിതമായി സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ലൈബ്രറികൾ, ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ലൈബ്രറികൾ ഒന്ന് സ്മാർട്ട് ആകുന്നത്. മറ്റൊന്ന് ഇൻസ്പയർഡ് ലൈബ്രറിയൻ, അതായത് ഉത്തേജിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു ലൈബ്രറിയൻ സിസ്റ്റം ലൈബ്രറി കൗൺസിലിന്റെ ലൈബ്രറികളിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മയാണ്. ഞാനിവിടെ ലൈബ്രറിയന്മാരായാലും അതിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യാൻ, ഞാൻ ലൈബ്രറിയനായ ഒരാളാണ് 14ാമത്തെ വയസ്സിൽ. എന്നോട് നീ ഇപ്പൊ വെറുതെ അങ്ങനെ നിൽക്കല്ലേ, നീ വൈകുന്നേരം 1 മണിക്കൂർ വന്ന് വാങ്ങിച്ചാലും ഇരിക്കണം, വന്നിട്ട് ഇന്ന് പണി മറ്റേ എഴുത്താണ്, എഴുതി വെക്കണം എന്നുള്ളതാണ്. ഞാൻ ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗമായപ്പോൾ ഞാൻ ആദ്യം നിർദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇഷ്യൂ രജിസ്റ്റർ ആദ്യം നിരോധിക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ ഇപ്പൊ വരാൻ പോകുന്ന പബ്ലിക് സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ അതുണ്ട്, പക്ഷെ നടപ്പിലാക്കുന്നതിനുള്ള കാലതാമസം, അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. അത് ആയിക്കഴിഞ്ഞാൽ ലോകത്തെ ഒരു അപൂർവ സംഭവമായിരിക്കും, അത് ഉറപ്പ്. ആ കാര്യം മാത്രം ഞാനിപ്പോ പറയാം, അതിന്റെ വിമർശനത്തെയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോ പിന്നെ ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റർ ആയിരിക്കണം, നവീകരണത്തിന്റെ വക്താവ് എന്നുള്ള നിലയിൽ എൻറോൾ ചെയ്യാൻ പറ്റണം. ഇത് ലൈബ്രറിയിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നേരത്തെ സ്മാർട്ട്നെസിന്റെ ആവശ്യം ഈ കമ്മിറ്റിയിലെ ആളുകൾക്കും ഉണ്ടാണ്, പ്രത്യേകിച്ച് പ്രസിഡന്റ് സെക്രട്ടറിമാർക്ക് അത് രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അതാണ് പിന്നീട് നമ്മളൊരു അതിനെ നിയന്ത്രിക്കുന്നത്. മറ്റൊന്ന് അനുതാപപരമായ സിമ്പതൈസ്റ്റിക് അപ്രോച്ച് വേണം ആളുകളിലേക്ക് വരുമ്പോഴേക്ക്. കുട്ടികൾ എൻ്റെ ലൈബ്രറിയിൽ ഞാൻ ഇരിക്കെ കേട്ടിട്ടുണ്ട്, 4 മണിക്ക് സ്കൂളിൽ വിട്ട് പോകുമ്പോൾ കുട്ടികൾ പറയും, ചേച്ചി നിഷേധിച്ച് പുസ്തകം തരുവാ, അത് നീ വീട്ടിൽ പോയി കഞ്ഞിലും കുടിച്ചിട്ട് വന്നിട്ടാ മനസ്സിലാക്കാം. അപ്പൊ അവര് വേറെ എന്തോ ഒരു തിരക്കുള്ള പ്രക്രിയയായിരിക്കും. ഞാൻ പറയുന്നത് അവിടെ അതല്ല, ആ കുട്ടിക്ക് ഞാൻ ഇപ്പൊ എടുത്തുതരാം പുസ്തകം, അങ്ങനെ എടുത്ത് കൊടുക്കാൻ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരണം. നല്ല പെർഫോമർ ആയിരിക്കണം, നന്നായി അഭിനയിക്കാൻ കഴിയണം. അഭിനയം എന്ന് പറഞ്ഞാൽ യാന്ത്രിക അഭിനയം എന്നല്ല, ലൈബ്രറിയുടെ ക്വാളിറ്റി എന്നുള്ളത് നല്ല ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. ഒരു സംവിധാനത്തിന് ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു വിവരത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം. ഇതാണ് നമ്മൾ ഡിജിറ്റൽ പ്രക്രിയ നടക്കുക. അവിടെ ഇല്ലെങ്കിൽ ഇന്നടത്തുണ്ട് എന്ന ആൾക്ക് നിർദ്ദേശം കൊടുക്കാൻ. ഇപ്പോ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസ് സ്റ്റഡീസിൽ പഠിക്കുന്ന 3 ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികൾ അന്വേഷിച്ച് വന്നിട്ട് പുസ്തകം AKGയുടെ ഹരിജൻ
സമ്പൂർണ്ണ കൃതിയിലും അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഹരിജൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, എഴുതിയിട്ടുണ്ട് അതിന്റെ കോപ്പിക്ക് വേണ്ടി. അപ്പൊ അത് അവര് കണ്ടെത്തി. അപ്പൊ നമ്മുടെ ഈ വെബ്സൈറ്റിൽ മയിൽ പഞ്ചായത്തിന്റെ ലൈബ്രറി വെബ്സൈറ്റിനകത്ത് ആ പുസ്തകം കൊണ്ടുവന്ന് കണ്ടെത്തി അവര് കോൾ ചെയ്യുകയാണ്, ലൈബ്രറികൾ വിളിക്കുകയാണ്. അപ്പൊ മാറ്റങ്ങൾ ചെറിയതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കത് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു, പെർഫോം ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയും. അപ്പൊ പരിചിന്തനം നല്ല രീതിയിൽ, അതായത് മാറ്റത്തിന് വിധേയമാകുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഞാനത് പറയുന്നില്ല. ഇപ്പം ഒരു കാര്യത്തെ ആക്ഷേപിച്ച കുറ്റം പറയുന്നുള്ളതല്ല, ലൈബ്രറിമാർക്കെല്ലാം കമ്മിറ്റികൾക്കും എല്ലാം വരുന്നുണ്ടെന്ന കുറെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ എന്തായാലും തയ്യാറാണ്. പിന്നെ ഒന്ന് മാതൃകയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ എന്നുള്ള അർത്ഥത്തില്ല, ഏതെങ്കിലും ഒരു വെറൈറ്റി ആക്ടിവിറ്റി. ഇപ്പം ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല ഈ കേരള വായനശാലയുടെ കാര്യത്തിൽ. എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും, ഒരു വ്യത്യസ്തത ഉണ്ടാവും നമ്മളെ പ്രവർത്തനത്തിന്, ഒരു രീതിക്ക്. അങ്ങനെ അത് പല കാലഘട്ടങ്ങളിലായി പല ആളുകളിലൂടെയായിരിക്കും വരുന്നുണ്ടാവുക. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം സെൻസസിന്റെ കാര്യം വരുമ്പം നല്ല റോള് നമുക്കിപ്പോൾ എടുക്കാനുണ്ടാകാം, നന്നായി റോള് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഒരു ഇൻഡിവിജ്വലാണ് ചെയ്യേണ്ടത്. അത് ഒരു കുടുംബമാട്ടില് ആളാണത് ചെയ്യേണ്ടത് എങ്കിൽ പോലും ശരിയായ വിവരം കൈമാറുന്നതിന് അത് രഹസ്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, സെൻസസ് രേഖ എപ്പോഴും രഹസ്യമാണ്. അതിന്റെ ടാബുലേഷൻ റിസൾട്ട് മാത്രമാണ് നമുക്ക് റെഫർ ചെയ്യാൻ എടുക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. പിന്നെ നല്ല നിർവാഹകനാവുക, ഡയറക്ടർ ആവുക എന്നുള്ളത് ലൈബ്രറിയുടെ റോളാണ്. അപ്പൊ സ്മാർട്ട്നെസ്സും ഇൻസ്പയർഡ് ലൈബ്രറി എന്ന് പറയുന്ന ഈ രണ്ട് കൺസെപ്റ്റിനെ നമ്മുടെ ലൈബ്രറികളിലേക്ക് കൊണ്ടുവരികയും ആവശ്യമുള്ളതിനെ എടുക്കുക, ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയാൻ കഴിയുന്ന തീരുമാനം ലൈബ്രറി കൗൺസിലിനെ കൊണ്ടെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളിതിപ്പോൾ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കൗൺസിലിന്റെ തലയിൽ ഇട്ട് കൊടുക്കും. ഇപ്പൊ സാമ്പത്തിക കാര്യത്തിൽ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നാട്ടിലെ, ഞാൻ അതുകൊണ്ടാണ് മനുഷ്യശേഷി എന്ന് പറയുന്നത്, ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട്, അതുപോലെ ജോലിക്ക് പുറത്തുള്ള ആളുകളോടാണ് നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്തത്, ലൈബ്രറിക്ക് ഒരു ഇതുമാണ് PPT പ്രസന്റേഷൻ, ഒരു LCD പ്രോജക്ട്സ് ഒരു ചെറിയൊരു കത്ത് വായനശാല ലെറ്റർ ഹെഡിൽ അയച്ചിട്ടേ ഉള്ളൂ. 78,000 രൂപ 2 ദിവസം കൊണ്ട് അവരെല്ലാവരും കൂടി സമാഹരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മനുഷ്യ വിഭവശേഷിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ തന്ത്രങ്ങളൊക്കെ വേണ്ടി വരും അതിനകത്ത്. പക്ഷെ അതിനെ നമുക്ക് സാധ്യത നല്ലവണ്ണമുണ്ട്. ഇന്നുള്ള ഗ്രാൻഡിനകത്ത് നിലവിലുള്ള സംവിധാനം വെച്ച് നേരത്തെ അജയകുമാർ പറഞ്ഞ പോലെ മാറ്റി വെക്കാനും ഇപ്പോഴത്തെ നിലയിൽ സാധ്യമല്ല. അത് മാത്രമല്ല, അതൊരു നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ 5% ടാക്സ് ലൈബ്രറി സെസ് പിരിച്ചെടുത്ത് കിട്ടുന്ന ഗ്രാൻഡിന്റെ അകത്ത് വെച്ച് ചെയ്യുന്നതിനാ. അപ്പൊ അതിലൊക്കെ അത് ഉപയോഗിക്കുന്നതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട്, ഇല്ലാതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാമ്പത്തിക സമാഹരണത്തിന് മറ്റു വഴികൾ കണ്ടെത്തുക. നിങ്ങൾ തയ്യാറാണോ? ഇപ്പം കൾച്ചറൽ മിനിസ്ട്രിയിൽ പ്രോജക്റ്റ് കൊടുക്കാം, കേരളത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പറയാതെ അതൊക്കെ ചെയ്യുന്നതിന് ചില പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ നേതൃത്വപരമായി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലോചിച്ച് സാധ്യതയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന, നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓതറൈസ്ഡ് ബോഡിയാണ്. ഗവൺമെന്റിന്റെ ഭരണഘടനാ സംവിധാനം അനുസരിച്ചിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ഏജൻസിയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. അത്തരത്തിലേക്ക് പോകുന്നത് വോളണ്ടറി വർക്ക് ചെയ്യുമ്പോൾ, സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് ചില പരിമിതികളെ പറഞ്ഞു നമ്മൾ ഒഴിയുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് നമ്മൾ മാറുക എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അത് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ നേരത്തെ നമ്മൾ കടലിൽ കായം കലക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല, മിനിറ്റ്സ് തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ടാവില്ല, അങ്ങനെ ചില പ്രക്രിയകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അതിന്റെ നോട്ടീസ് നിങ്ങൾ നിങ്ങളുടെ എന്റെ 94 വയസ്സ് പ്രായമുള്ള ഒരു ഗ്രന്ഥാലയത്തിന്റെ 62 നോട്ടീസ് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ 62 നോട്ടീസ് മുതൽ 2026 നോട്ടീസ് മുതൽ എടുത്തു കഴിഞ്ഞാൽ പ്രിന്റിംഗ് രംഗത്ത് വന്ന മാറ്റങ്ങൾ, ഭാഷയുടെ ഉപയോഗം, പ്രയോഗമൊക്കെ, ഡിസൈനിങ്, എന്തൊക്കെ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നറിയോ? വലിയതാണ്. അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് കൂടെ ഇപ്പം DC ബുക്സ് പഴയ പാഠപുസ്തകം വിറ്റ് വോളിയമാക്കി മാറ്റി പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ലൈബ്രറികളിലും അത്തരം സംവിധാനങ്ങളുണ്ട്.
അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റപ്രക്രിയ വിധേയമാണ്. അത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു എന്നുള്ളത് തെളിവായി നമുക്ക് ചരിത്രത്തിൽ അതൊരു രേഖപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ്. ലൈഫ് ലോങ് ലേണിങ്ങിന് നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രക്രിയയെല്ലാം നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയും. ഒരു മൂന്നാം തൃതീയ മേഖലാ പഠനമായിട്ട് ഇതിനെ നമുക്ക് പിന്നീട് നമ്മുടെ ലൈബ്രറികൾക്ക് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് കഴിയും. ഏത് പ്രായത്തിലും നമുക്ക് മനസ്സിലാക്കാനും നോക്കിക്കാണാനും എടുക്കാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് ഒരു അഡൾട്ട് എഡ്യൂക്കേഷൻ, അഡൾട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഡിജിറ്റൈസേഷന്റെ പ്രത്യേകതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സമയലാഭം, സ്ഥലലാഭം. ഞാൻ ചോദിക്കട്ടെ, 18,000 പുസ്തകം സൂക്ഷിക്കണമെങ്കിൽ ഒരു ലൈബ്രറിക്ക് എത്ര അലമാര വേണം? ഒരു ഡിജിറ്റൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ നമുക്കൊരു പെൻഡ്രൈവിലോ ഒരു ചെറിയ ഇത്രയും എളുപ്പമുള്ള ഒരു സാധനത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ്, വേസ്റ്റ്, ടൈം, അതുപോലെ തന്നെ ഏത് സമയത്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, പരിവർത്തന മാറ്റങ്ങൾ ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയിലേക്കാണ് ഈ ഡിജിറ്റൽ പ്രോസസ്സിലൂടെ വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം ചില മിനിമം കാര്യങ്ങൾ ഒരു 6-7 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 100-110 കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം മാറണം. അപ്പോഴേ നമ്മൾ ഈ ഗവേണൻസും കെ സ്മാർട്ട് അതുപോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് ഇതിലെല്ലാം ഇടപെടാൻ കഴിയുന്ന, റോൾ വഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി നമ്മുടെ പബ്ലിക് ലൈബ്രറികൾ മാറുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ഡിജിറ്റൽ ലൈബ്രറിയുടെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഡിജിറ്റൽ ലൈബ്രറി, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോകത്തെ ലൈബ്രറികളിൽ ഇന്ത്യയിലെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത് അതിഭയങ്കരമായ റിസോഴ്സസ് ഉള്ളതാണ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, നിങ്ങൾ www.nationaldigitallibrary അടിച്ചാൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസകരമായ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഡിജിറ്റൽ സംവിധാനമാണ് ആ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉള്ളത്. അത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അത്തരം കാര്യങ്ങളും കൂടി ഒന്ന് കണ്ടത്. ഒരുപാട് ലൈബ്രറികളുണ്ട് ഇപ്പം ഡിജിറ്റൽ പ്രോസസ്സിങ്ങിലൂടെ വന്ന്. ഇപ്പം ഞാൻ നേരത്തെ 2016 ലൈബ്രറികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓൺലൈൻ പരീക്ഷ നടത്തിയത്. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റപ്രക്രിയക്ക് വന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള മാറ്റപ്രക്രിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സാങ്കേതിക വിദ്യ, ഞാൻ ഡിജിറ്റൽ അതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എന്ന് പറയുന്ന സാധനത്തിന് എൻ്റെ കയ്യിലുള്ള ഒരു കടലാസ് സ്കാൻ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. ഡിജിറ്റൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ വിവരങ്ങളും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് പ്രക്രിയയുടെ ആകെ പേരാണ് ഡിജിറ്റൈസേഷൻ, ഡിജിറ്റൽ സംവിധാനം എന്ന് പറയുന്നത്. ആ ഒരു സംവിധാന പ്രക്രിയ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം കുറവായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ രീതിയിൽ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ഇന്റർനെറ്റിന്റെ ഉപയോഗം, ഏതാണ്ട് ആഗോള ജനസംഖ്യയിൽ 70% ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ മൊബൈലും ഇന്റർനെറ്റും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകമായിട്ടുള്ള ഡിജിറ്റൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. അവർ പ്രസിദ്ധീകരിക്കുന്ന രേഖകളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ആവശ്യമായ രീതിയിൽ താലൂക്കിന്റെ ഭാരവാഹികളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നാണ് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാം.